അസിഡിറ്റി അഥവാ ഗ്യാസ് ട്രബിൾ. ഇന്ന് ഗ്യാസ് ട്രബിൾ കാരണം, അസിഡിറ്റി കാരണം ബുദ്ധിമുട്ടുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇതിനൊക്കെ പ്രധാന കാരണം അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഭക്ഷണത്തിൽ കുറച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അസിഡിറ്റി പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും. അത് ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമയത്ത് ഭക്ഷണം കഴിക്കുക. അസിഡിറ്റി ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. ഉരുളക്കിഴങ്ങ്, തോരൻ പരിപ്പ്, സാമ്പാർ, അച്ചാറുകൾ, പൈനാപ്പിള്, പപ്പായ, കപ്പ, ഇത്തരം ഭക്ഷണങ്ങളെല്ലാം അസിഡിറ്റി അധികമായിട്ട് ഉണ്ടാക്കുന്നതാണ്. കടല, പച്ചരിയിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ, ഇതെല്ലാം ഒരു പരിധി വരെ കുറയ്ക്കുകയാണെങ്കിൽ അസിഡിറ്റി തീർച്ചയായിട്ടും മാറും. പിന്നെ അസിഡിറ്റി മാറ്റാൻ ചെറിയ ചില മരുന്നുകൾ ഞാൻ പറഞ്ഞു തരാം. ചുക്ക്, കുരുമുളക്, തിർപ്പലി, ഇത് 3 എടുക്കുക. വായുവിളങ്കം എന്നൊരു മരുന്നുണ്ട്. വായുവിളങ്കം, ചുക്ക്, കുരുമുളക്, തിർപ്പലി, ഇത് നന്നായിട്ട് ഇടിച്ച് പൊടിച്ച് പൗഡറാക്കി അതിൻ്റെ കൂടെ സ്വല്പം പഞ്ചസാര കൂടെ ചേർത്ത് വായിലിട്ട് അലിയിച്ചിറക്കുകയാണെങ്കിൽ ഏത് തരം അസിഡിറ്റിയും മാറും. ഭക്ഷണത്തിന് ശേഷം കഴിക്കുക. പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന ജ്യൂസ് കഴിയുന്നതും ഒഴിവാക്കുക. അത് പലർക്കും പല തരത്തിലുള്ള അസിഡിറ്റികൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ വെള്ളം അമിതമായിട്ട് കുടിക്കരുത്. കുറേശ്ശെ കുടിച്ചാൽ കുഴപ്പമില്ല. ഈവൻ ഓറഞ്ച്, മുന്തിരി, മാങ്ങ, ഇതെല്ലാം കൂടുതൽ കഴിച്ചാലും നമുക്ക് അസിഡിറ്റി ഉണ്ടാവും. പിന്നെ ബീഫ്, എരിയുള്ള ഭക്ഷണങ്ങൾ, കോഴിമുട്ട, ഇതെല്ലാം കഴിയുന്നതും കുറച്ച് ലിമിറ്റ്, എല്ലാത്തിലും ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ അസിഡിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഏത് തരം അസിഡിറ്റിയും മാറ്റാൻ നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് റെഗുലർ ചെയ്താൽ മതി. അമിതമായി ഇത്തരം സാമ്പാർ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പച്ചരി പലഹാരങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആഹാരങ്ങളുണ്ട്. അതും കുറയ്ക്കുക. കുറച്ച് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ആരോഗ്യമുള്ളവർക്ക് കഴിക്കാൻ കുഴപ്പമില്ല. ഇതുപോലെ പ്രോബ്ലം ഉള്ളവർക്ക് ഇതെല്ലാം കഴിയുന്നതും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ നല്ല ശമനമുണ്ടാവും അസിഡിറ്റിക്ക്. ചിലർക്ക് നെഞ്ച് പുളിച്ച് തികട്ടുക, ഏമ്പക്കം വിടുക, വയറ് വീർത്ത് കെട്ടുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ ഞങ്ങളെ ഒരു മരുന്നാണ് ഓമ തീനീരെന്ന് പറയുന്നത്. ഓമ വാട്ടർ, അത് ഓമം, അയമോദകം എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഓമ വാട്ടർ. അത് 1 ഔൺസ് എടുത്ത് 1 ഔൺസ് വെള്ളം ചേർത്ത് കുടിക്കുകയാണെങ്കിൽ ഏത് തരം അസിഡിറ്റിയും ഉടനെ തന്നെ കുറയും. പിന്നെ ഞങ്ങളെ മരുന്നുകളായ അഷ്ടചൂർണം, ഇത് വളരെ എഫക്റ്റീവാണ്. കർപ്പൂരാതി ചൂർണം ടാബ്ലറ്റായിട്ട് കിട്ടുന്നുണ്ട്. ഭാവന കടുക്കായി, ഇത്തരം മരുന്നുകളൊക്കെ അസിഡിറ്റിക്ക് വളരെ ഫലപ്രദമായ മരുന്നുകളാണ്. എങ്ങനെ ആയാലും ഫുഡിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം. അമിതമായി ഫുഡ് കഴിക്കാതിരിക്കണം. സമയത്തിന് ഫുഡ് കഴിക്കണം. ഇങ്ങനെ പോയാൽ അസിഡിറ്റി ഒരു തരത്തിലും ആരെയും ബാധിക്കില്ല. പ്രത്യേകിച്ച് ഈ നോൺ വെജ് ലിമിറ്റായിട്ട് കഴിക്കുക, അളവിൽ കൂടുതൽ കഴിക്കുക. അത് പലപ്പോഴും എരിയും പുളിയും അതിൽ കൂടുതൽ ചേരുന്നുണ്ട്. ഇത് രണ്ടും വയറിൽ ചെന്ന് അസിഡിറ്റി ഉണ്ടാക്കും, ചിലപ്പോൾ അൾസർ തന്നെ ഉണ്ടാക്കും. അതുകൊണ്ട് എരിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, കൂടുതൽ പുളിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. എരിയും പുളിയും കുറച്ചാൽ തന്നെ, ക്വാണ്ടിറ്റിയും കുറച്ചാൽ തന്നെ ഈ അസിഡിറ്റിയിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും.